ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവീൺ മച്ചാൻ ഒരു ഐഡിയ തോന്നുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാത്ത 1 മുതൽ +2 വരെ പഠിച്ച് ഒപ്പം പഠിച്ച ചങ്ങായിയായ ജിയോ ജോസഫിനെ വിളിച്ചു പറഞ്ഞു, എടാ വാടാ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാത്ത എൻ്റെ കൂട്ടുകാരൻ ജിയോ അവിടെ പോയിരുന്ന് ഒരു വീഡിയോ എടുക്കുകയായിരുന്നു. വീഡിയോ എടുത്തത് 3 മാസം കൊണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ 3 മാസം കൊണ്ട് 2 അക്കം പോലും കാണാതെ 3 വ്യൂസിൽ ഒതുങ്ങിപ്പോയി. അതുകൊണ്ടൊന്നും അവർ തളർന്നില്ല. അവർ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പരിശ്രമത്തിനൊടുവിൽ വിജയം കണ്ട അവർ സന്തോഷത്തിൻ്റെ പടികളിൽ ഓരോ ദിവസം കഴിച്ചു കൂട്ടി. 10 കഴിഞ്ഞ് ജോലിക്ക് പോയ 2 പേരും, ഒരാൾ കൽപ്പണിക്കും ഒരാൾ വാർക്കപ്പണിക്കും പോയിരുന്നു. ഈ പണികളിൽ നിന്ന് സമയം കണ്ടെത്തിയായിരുന്നു ഇവർ വീഡിയോ എടുത്തിരുന്നത്. പോളിടെക്നിക് പൂർത്തിയാക്കിയ ഈ 2 പേരും വീഡിയോസിന് പ്രാധാന്യം നൽകി അവർ യൂട്യൂബിൻ്റെ പടികളിലേക്ക് ഓരോ ചൂടായി പറഞ്ഞു വന്നിരുന്നു. യൂട്യൂബിൽ നിന്ന് പണം എത്തിയറിഞ്ഞപ്പോൾ തൻ്റെ നാട്ടുകാർ പറഞ്ഞത് ഇവർക്ക് കുഴൽപ്പണത്തിൻ്റെ ഏർപ്പാടുണ്ട്, അത് ഞാൻ ഇവരെ പോലീസിൽ പിടിച്ചു കൊടുക്കണമെന്ന്. അതുമൊന്നും കാര്യമാക്കാണ്ട് അവർ തളർന്നില്ല ആ വാക്കുകളിൽ നിന്ന് പോലും. കാരണം അവർ ജീവിതത്തിൻ്റെ പലപ്പോഴും തളർന്നവരാണ്. ഇനി അവരെ ദൈവത്തിന് ആർക്കും തളർത്താനാവില്ല. കാരണം മലയാളികൾ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി തന്നെ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് M4 Tech. 2 ചാനലിലൂടെയായ ഈ 2 പേർ ഒരു ചാനലിന് 5 ലക്ഷവും ഒരു ചാനൽ 5 മില്യണിലേക്ക് അടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പോയിന്റ്. 5 മില്യൺ. കേരളത്തിൽ തന്നെ ഏറ്റവും സബ്സ്ക്രൈബേഴ്സ് ഉള്ള വീഡിയോ ചാനൽ ആരെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് അഭിമാനത്തോടെ പറയാം M4 Tech. ആദ്യ പ്ലേ ബട്ടൺ കേരളത്തിൽ ആർക്കാണ് ലഭിച്ചെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അഭിമാനത്തോടെ പറയാം M4 Tech. ഇത് വെറും കഥയല്ല, പരിശ്രമത്തിൻ്റെ കഥയും. തോൽവിയിൽ നിന്ന് നീച്ചു വന്നവരാണ് ഈ 2 പേർ. കഷ്ടപ്പാടിൻ്റെ വേദനയിലും ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും ആൾക്കാർ പരിഹസിക്കുമ്പോഴും ഒന്നും കാര്യമാക്കാണ്ട് എടുത്ത വീഡിയോ ചാനൽ M4 Tech.